നമ്മള് കേട്ട വചനം ഒത്തിരി പറഞ്ഞതുകൊണ്ട് നമുക്കെല്ലാം ശ്രദ്ധിക്കാൻ കാണത്തില്ല. 28-ാമത്തെ വാക്യം 18-28. പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യാഫാവിന്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. ഓ, യേശുക്രിസ്തുവിനെ പിടിച്ചു. അത് നമ്മളിവിടെ ഇപ്പൊ ആറാം വാക്യത്തിൽ 7-ാം വാക്യത്തിലും ഒക്കെ വായിക്കുന്നുണ്ട്. യേശു തന്നെ പറഞ്ഞു, ഞാൻ തന്നെയാണ് അവൻ. നിങ്ങൾ ആരെയാ അന്വേഷിക്കുന്നത്? നസ്രയനായ യേശു. എങ്കിൽ നസ്രയനായ യേശു ഞാനാണ് എന്ന് പറഞ്ഞപ്പോ അവര് പുറകോട്ട് വീഴുകയായിരുന്നു ചെയ്തത്. ഈ പട്ടാളക്കാര്, പിടിക്കാൻ വന്ന പട്ടാളക്കാര് പുറകോട്ട് വീഴുകയായിരുന്നു ചെയ്തത്. അത്രമാത്രം പവറുള്ള കർത്താവായിരുന്നു. പക്ഷെ ആ കർത്താവിന് തന്നെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. കാരണം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് അവൻ ക്രൂശിക്കപ്പെടാനായിട്ട് തന്നെയാണ് വന്നത് ഈ ലോകത്തിലേക്ക്. ഇത് പിതാവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ ക്രൂശിക്കപ്പെടണം എന്നുള്ളതാണ്. നമ്മളുടെ ലോകത്തിന്റെ പാപത്തെ മുഴുവൻ അവന്റെ മേലാക്കി. കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവലോകത്തിന്റെയും പാപം യേശു ക്രിസ്തുവിന്മേലാക്കി ആക്കിയിട്ട് ആ പാപത്തിന് ഉള്ള ശിക്ഷ അവന് കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ക്രൂശീകരണം. അതുകൊണ്ടാണ് അവന് വഹിപ്പാൻ വയ്യാത്ത രീതിയിൽ അവൻ നിലവിളിച്ചത്. അത്രയും പാപം അവന്റെ മേലാക്കിയപ്പോ പിതാവാം ദൈവത്തിന് അവന്റെ നിലവിളിക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോ പിതാവിനിൽ നിന്നും കൈവിടപ്പെട്ടു. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി അവൻ കൈവിടപ്പെട്ടു. അത് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് കർത്താവിനെ എത്രമാത്രം ആരാധിക്കാൻ പറ്റും. ആ ഒരു ആരാധനയിലാണ് നമ്മൾ വരേണ്ടത്. അങ്ങനെയാണ് അവനെ പിടിച്ചു. രാത്രിയിൽ അതിനെ പിടിച്ചു, വിസ്തരിച്ചു. അങ്ങനെ വിസ്തരിച്ച് അതിന്റെ ആ പ്രോസസ്സ് മുന്നോട്ട് പോകുമ്പോഴാണ് 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യാഫാവിന്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. ആസ്ഥാനം എന്ന് പറഞ്ഞാല് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഇതിന്റെ ഹെഡ് ഓഫീസ്, ഹെഡ് ക്വാർട്ടേഴ്സ്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് നമ്മുടെ മന്ത്രിമാരും എല്ലാം കൂടെ സെക്രട്ടേറിയറ്റ് അവിടെ ആയിരിക്കുന്നല്ലോ, ആ ആസ്ഥാനം. അതുപോലെ ഉള്ള ആസ്ഥാനത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോയി. തങ്ങൾ അശുദ്ധരാകാതെ പെസഹ കഴിപ്പാൻ തക്കവണ്ണം ആ സ്ഥാനത്തിൽ കടന്നില്ല. യഹൂദന്മാർ അതിനകത്ത് കയറി കഴിഞ്ഞാൽ അശുദ്ധമാകും. യഹൂദൻ അശുദ്ധമാകും. അതുകൊണ്ട് അവര് ആ സ്ഥാനത്തിൽ കടന്നില്ല. എന്നാൽ യേശുവിനെ ആ സ്ഥാനത്തിൽ കൊണ്ടുപോയി. പട്ടാളമായി കൊണ്ടുപോകുന്നത്. പീലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്നു. അപ്പം കാര്യം ചോദിക്കണമല്ലോ, കാര്യം അറിയണമല്ലോ, എന്തിനാ ഇവനെ കൊണ്ടുവന്നിരിക്കുന്നത്, യേശുവിനെ കൊണ്ടുവന്നിരിക്കുന്നത് അതറിയാൻ വേണ്ടിയിട്ട് പീലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്നു. ഈ മനുഷ്യന്റെ നേരെ എന്ത് കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. അകത്തിരുന്ന അവന് മനസ്സിലാകത്തില്ല. അവന്റെ മുമ്പിൽ ഒരു കെട്ടപ്പെട്ടവനെ കൊണ്ടുവന്നിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുക. അവൻ കുറ്റം ചെയ്തിരിക്കുന്നു, അവനെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞ യഹൂദന്മാരെ കൊണ്ടുവന്നിരിക്കുക. പക്ഷേ എന്തുവാണ് അവൻ ചെയ്ത് തെറ്റെന്ന് അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവൻ വെളിയിൽ വന്ന് ഈ മനുഷ്യൻ എന്റെ നേരെ എന്ത് കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. ഉടനെ അവര് പറയാണ്, കുറ്റക്കാരനല്ലാഞ്ഞുവെങ്കിൽ ഞങ്ങൾ അവനെ നിന്റെ പക്കൽ ഏൽപ്പിക്കുകയില്ലായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. അപ്പോൾ ആ കുറ്റക്കാരനാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ ഏൽപ്പിച്ചത്. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിപ്പിൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവൻ കുറ്റക്കാരനാണെങ്കിൽ നിങ്ങൾക്കൊരു ന്യായപ്രമാണം ഉണ്ടല്ലോ, ആ ന്യായപ്രമാണം അനുസരിച്ച് നിങ്ങൾ പോയി അവനെ കുറ്റം വിധിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ പറഞ്ഞതിന് യഹൂദന്മാർ അവനോട്,
മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ. ഇപ്പോ യഹൂദന്മാർക്ക് ഒരാളെ ക്രൂശിക്കാൻ അല്ലെ മരണശിക്ഷ കൊടുക്കാൻ വിധിക്കാനായിട്ട് അവകാശമില്ല. കാരണം റോമൻ ഗവൺമെന്റ് ആണ് അവരെ ഭരിക്കുന്നത്. അവർക്ക് മാത്രമേ ഒരാളെ ക്രൂശിക്കാൻ അല്ലെങ്കിൽ കൊല ചെയ്യാൻ കൽപ്പിക്കാനായിട്ട് അധികാരമുള്ളൂ. ഇല്ലല്ലോ എന്ന് പറഞ്ഞു. യേശു താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു. പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്ത് എന്ന് യേശുവിനെ വിളിച്ചു. നീ യഹൂദന്മാരുടെ രാജാവോ? അവന്റെ പറഞ്ഞിരിക്കുന്ന പീലാത്തോസിനോട് പറഞ്ഞിരിക്കുന്ന അവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവൻ രാജ്യത്തെ ആൾക്കാരെ എല്ലാം ഇളക്കി നിങ്ങൾക്കെതിരായിട്ട്, കൈസർക്കെതിരായിട്ട് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പിടിച്ചോണ്ട് വന്നിരിക്കുന്നതെന്നാ പറഞ്ഞേ. അതുകൊണ്ടാണ് പീലാത്തോസ് പീലാത്തോസ് അതൊന്നും അറിയുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് പീലാത്തോസ് വന്നിട്ട് യേശുവിനെ വിളിച്ച് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി യേശു, നീ ഇത് സ്വയമായി പറയുന്നതോ, നിന്റെ ഹൃദയത്തിൽ നിന്നാണോ നീ ഇത് പറയുന്നത്, അതോ മറ്റുള്ളവർ എന്നെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. പീലാത്തോസ് അതിന് ഉത്തരമായി, ഞാൻ യഹൂദനാണോ? എനിക്കെന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ, നിന്നെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു യഹൂദനായിരിക്കണം. ഞാൻ യഹൂദനാണോ? അല്ല. നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. മനസ്സിലായോ? യഹൂദന്മാർ നിന്റെ ജനമാണ്. ആ നിന്റെ ജനവും മഹാപുരോഹിതന്മാരും എന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്യൂ എന്ന് ചോദിച്ചതിന് യേശു പറഞ്ഞ ഉത്തരം നോക്ക്, എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഈ ലോകത്തിലേത് അല്ല. എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ, ഈ ലോകം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ സേവകർ ആയിരുന്നു. എനിക്ക് ചോദിച്ചാൽ ഇത്ര ലഗ്യനിലും അധികം യഹൂദന്മാരെ തരത്തില്ലയോ എന്ന് ചോദിച്ച കർത്താവ് ചോദിക്കാണ്, ഞാന് ഈ ഐഹികമായിരുന്നെങ്കിൽ എന്റെ സേവകർ പോരാടുമായിരുന്നു. പക്ഷെ എന്റെ രാജ്യം ഐഹികമല്ല. ഏൽപ്പിക്കാതെ വണ്ണം പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെ അല്ലോ എന്ന് പറഞ്ഞിനെ. എന്നാൽ പീലാത്തോസ് ചോദിക്കുക, കാരണം കുറ്റം വിധിക്കണം, അവനെ ശിക്ഷിക്കണം. അവൻ രാജാവാണെന്ന് പറഞ്ഞാലേ അവനെ ശിക്ഷിക്കാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവൻ ചോദിച്ചത്, എന്നാൽ നീ രാജാവ് തന്നെ അല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. അതെ, ഞാൻ രാജാവാണ്. ഞാൻ രാജാവാണ്. വെറും രാജാവല്ല, രാജാവാണ്. രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷ്യം നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരായവർ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ പീലാത്തോസ് ചോദിക്കാണ് അവനോട്, സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവരോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഇതാണ് പീലാത്തോസിനെ പറയാനുള്ള ഇതാണ്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. നിങ്ങൾ അവനെ ശിക്ഷിക്കാനായിട്ട് എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നു, എന്ത്? മരണശിക്ഷ കൊടുക്കാനായിട്ട്. പക്ഷെ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ആ ഒരു കുറ്റവും കാണാത്ത ഈ കർത്താവിനെ അവർക്ക് ക്രൂശിക്കണം. ഒടുവിൽ അവൻ ശിക്ഷയ്ക്ക് വിധിച്ചു. കാരണം അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? അവര് കൈസർക്ക് എഴുതും, ഈ ഭരണാധിപൻ
കൈസറെ അനുകൂലിക്കുന്നവനല്ല. ഇവിടെ യഹൂദന്മാര് അല്ലെ യേശു അവർക്ക് രാജാവാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു എന്നാണ് അവര് പറയുന്നത്. അവിടെ നമുക്ക് ഇവിടെ നോക്കിയേക്കാം കാണുന്നില്ല. എന്നാൽ യഹൂദന്മാരുടെ അടുക്കൽ പുറത്ത് ചെന്നു, ഞാൻ അവരിൽ ഒരു കുറ്റവും കാണുന്നില്ല. പിന്നെ രക്ഷപ്പെടാനുള്ള ഒരു കാര്യം അങ്ങനെ നോക്കുന്നേ. നോക്കിയപ്പോ 39 വാക്യം, എന്നാൽ പെസഹായിൽ ഞാൻ നിങ്ങൾക്ക് ഒരുത്തനെ വിട്ടുവരിക പതിവുണ്ടല്ലോ എന്ന് പറഞ്ഞാല് കുറ്റക്കാരായിട്ട് പിടിക്കപ്പെട്ട ധാരാളം തടവുകാരുണ്ട് അവിടെ. ഈ അവരുടെ പെസഹ പെരുന്നാളില് 2 തടവുകാരെ കുറ്റവിമുക്തരായി ഫ്രീ ആയിട്ട് വിടും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോ ഇത് പിലാത്തോസ് ചോദിക്കാൻ, ഞാൻ അവനെ ഈ യേശുവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ? അപ്പോ അങ്ങനെ തടവുകാരനെ വിട്ടു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് രീതി എന്താണെന്നറിയാവോ? ആൾക്കാരെല്ലാം കൂടെ 2 തടവുകാരെയാണ് വിട്ടുകൊടുക്കുന്നത്. ആ തടവുകാരന്റെ പേര് ഉച്ചത്തിൽ വിളിച്ചു പറയും. ആ തടവുകാരനെയാണ് വിട്ടുകൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ യേശുവിനെ അങ്ങ് വിട്ടു തരട്ടെ എന്ന് ചോദിക്കുമ്പോ വേണ്ട. മനസ്സിലായോ? യഹൂദന്മാരുടെ രാജാവിനെ വിട്ടു തരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചതിന് അവർ പിന്നെയും ഇവനെ വേണ്ട. എന്നാൽ അവിടെ ബറബാസ് കിടപ്പുണ്ട്. അവനെ വിട്ടു തരണം. അവൻ വലിയ കുറ്റവാളിയാ, അവനെ വിട്ടു തരണം. അങ്ങനെ ബറബാസിനെ വിട്ടുകൊടുത്തു, യേശുവിനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിക്കുകയും ചെയ്തു. സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കർത്താവ് എന്നെ രക്ഷിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നുപോയി. അവസാന നിമിഷത്തിൽ ആദ്യം മുതലേ പല കാര്യങ്ങളിലൂടെ, പല പരീക്ഷകളിലൂടെ കടന്നുപോയി, പല കഷ്ടങ്ങൾ സഹിച്ചു. എന്നാൽ അവസാനം കർത്താവ് സഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബന്ധിതരാകാതിരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി കെട്ടപ്പെട്ടു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും കർത്താവ് ഞാൻ തള്ളപ്പെടാതിരിക്കാൻ വേണ്ടി, ദൈവത്താൽ തള്ളപ്പെടാതിരിക്കാൻ വേണ്ടി യേശു കർത്താവ് പിതാവിനാൽ കൈവിടപ്പെട്ടു. അതൊക്കെ ഇനിയും വരുന്നതേ ഉള്ളൂ. എന്റെ മുൾമുടി എനിക്ക് വേണ്ടി അവൻ മുൾമുടി ഏറ്റു, ചാട്ടവാറടി കൊണ്ടു. ഇതെല്ലാം കർത്താവിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ കർത്താവെ അത് ഓരോ സമയത്തും എന്റെ ജീവിതത്തിൽ കർത്താവിനെ സ്നേഹിക്കാൻ കേട്ട പോലെ എനിക്ക് വേണ്ടി കാല് മുറിക്കപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാകുന്ന പോലെ ഈ കർത്താവിന് വേണ്ടി എല്ലായിടത്തും എന്റെ സ്വയത്തെ യാഗമായി അർപ്പിച്ച് കർത്താവിനൊരു സൗരഭ്യവാസനയായി തീരാൻ അങ്ങനെയുള്ളൊരു ജീവിതം എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തില് ബ്രദർ വായിച്ച ഒരു വാക്യമുണ്ടല്ലോ, ലൂക്കോസ് 22:53 തോന്നുന്നു. ഇരുട്ടിന്റെ അല്ലെ, ലൂക്കോസ് 22:53. അപ്പൊ അന്നേരം പറഞ്ഞ ഒരു കാര്യമുണ്ട് ലൂക്കോസ്. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ 53 വായിച്ച, ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എന്റെ നേരെ നീ കൈ ഓങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവും എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പിതാവ് പുത്രനെ ഈ ഇരുളിന്റെ അധികാരത്തിന് വിട്ടുകൊടുത്തപ്പം പുത്രൻ അവിടെ അതിന് കീഴടങ്ങി കൊടുക്കുമായിരുന്നു. എന്റെ ജീവിതത്തിലും കർത്താവ് പല അവസരങ്ങളിലും ഞാൻ ആഗ്രഹിക്കാത്ത ആ ഇരുളിന്റെ അധികാരം ഉണ്ടെന്ന് തോന്നുമ്പം അവിടെ പിതാവിന്റെ കയ്യിൽ എന്നെ തന്നെ വരവേൽപ്പിക്കാൻ
കർത്താവിന്റെ കയ്യിൽ എന്നെ വിട്ടുകൊടുത്തിട്ട് ഞാൻ എന്റേതായിട്ടുള്ള ഒരു സ്വയത്തിൽ നിന്നൊരു കാര്യം ചെയ്യാതെ, സോളിഷ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാതെ, അല്ലെ എന്റെ ജഡത്തിൽ നിന്നുള്ളൊരു കാര്യം ചെയ്യാതെ, ആത്മാവിനെ അനുസരിച്ച് അവിടെ കർത്താവ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവന്റെ സന്നിധിയിൽ മിണ്ടാതെ നിൽപ്പാൻ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുവാൻ തക്കവണ്ണം അവിടെ യേശു ഒന്നും പ്രതികരിക്കുന്നില്ല. അവിടെ അവർ അവനെ പിടിച്ച്, അടുത്ത വാക്യം വായിക്കുന്ന, അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പൊ ഇതുവരെ നിങ്ങൾ എന്റെ നേരെ കൈയൊന്നും ഓങ്ങിയില്ല, ഞാൻ നിങ്ങളുടെ മുമ്പാകെ പബ്ലിക്കായിട്ട് നടന്നപ്പോഴൊന്നും ഒന്നും ചെയ്തില്ല. പക്ഷെ ഇതിപ്പം ദൈവം അനുവദിച്ചിരിക്കുന്ന, ഇരുട്ടിനെ അനുവദിച്ചിരിക്കുന്ന ഒരു നാഴികയാണ്. വാസ്തവത്തിൽ അത് എല്ലാവരും ഓർക്കാനുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ, ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ, നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഇരുളിന്റെ അധികാരം ദൈവം അനുവദിച്ചിരിക്കുന്നതാണെന്നോർത്ത് അവിടെ അതിന് കീഴ്പ്പെട്ടു കൊടുത്താൽ, അത് ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട് കീഴ്പ്പെട്ടു കൊടുക്കണം. അങ്ങനെ കൊടുത്താല് ദൈവം നമ്മളെ വിടുവിക്കും. പുത്രനെ ഉയർപ്പിച്ചതുപോലെ എന്നെയും അവൻ ഉയർപ്പിക്കും. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഇവിടെ 18-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തില് പറയുന്നത്, അവർക്ക് വേണമെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലായിരുന്നു, പക്ഷെ അവർക്ക് ക്രൂശിച്ച് തന്നെ ഇവനെ കൊല്ലാം. അവനെ ക്രൂശിക്കാന്ന് അവർ വിളിച്ച് പറയുന്നത്. ഇനി നമുക്കത് കേൾക്കാം. അപ്പൊ ക്രൂശിച്ച് കൊല്ലണമെന്നുള്ളത് അത് ദൈവത്തിന്റെ പ്ലാൻ ആയതുകൊണ്ട് അങ്ങനെ തന്നെ നടക്കാവും. യേശുവിന്റെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ചിന്തിച്ചതുപോലെ, ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രവാചകന്മാരുടെ പ്രവചന നിവൃത്തിയാകേണ്ടതിനാണ് ചെയ്തതെന്ന് ഓരോ പ്രവചനവും കൂടെ അതിന്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വീണ്ടും പറയാണ്, യേശു താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു. അപ്പം ഇവര് കൊണ്ടുപോയി കല്ലെറിഞ്ഞു വന്നായിരുന്നെങ്കിൽ എന്റെ പാപത്തെ ചുമന്നുകൊണ്ട് കർത്താവിന് ക്രൂശ് കയറാനൊക്കത്തില്ലായിരുന്നു. പിതാവ് അയച്ചത് ക്രൂശിൽ എന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് കയറാന്. അതുകൊണ്ട് അത് പുത്രൻ അറിയായിരുന്നു. അതുകൊണ്ടാണ് പുത്രൻ ഇത്രയും വഴി കൊടുത്തത്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കാതെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല. ആരെന്റെ നേരെ വന്നാലും, ആരെനിക്കെതിരായി വന്നാലും, എനിക്ക് പോറായിട്ട് വന്നാലും എഗെയിൻസ്റ്റ് ആയിട്ട് വന്നാലും അത് ദൈവം അനുവദിക്കാതെ കടന്നു വരുന്നില്ല. അതുകൊണ്ട് അവിടെ എല്ലാം കർത്താവിനെ കാണുവാൻ, കർത്താവിന്റെ കരം കണ്ട് അതിന് വിധേയപ്പെടാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പിന്നെ എന്റെ രാജ്യം ഐഹികമല്ല. അപ്പൊ കർത്താവ് ഈ ലോകത്ത് ഇവിടെ ജീവിക്കുമ്പോഴെല്ലാം എല്ലാവരും കർത്താവിനെ രാജാവാക്കാൻ പോയതൊക്കെ നമ്മൾ വായിച്ചു. അവനെ ആഞ്ചപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവനെ രാജാവാക്കണമെന്ന്, പക്ഷെ അവരുടെ ഇടയിൽ നിന്ന് മാറിക്കളഞ്ഞു. അപ്പൊ കർത്താവ് വന്നപ്പോ മുതൽ കർത്താവിനറിയാം, ഈ ലോകത്തിന് വേണ്ടി അല്ല ഞാൻ വന്നതെന്ന്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും ഓർക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. ഇന്ന് ലോകം അതിന്റെ അന്ത്യത്തോട് അടുത്തോണ്ടിരിക്കുന്ന ഈ കാലയളവില് എന്നെ സംബന്ധിച്ച് ഞാൻ പ്രായത്തിലും ഏതാണ്ട് എന്റെ നല്ല പ്രായമൊക്കെ കഴിഞ്ഞു. ഇനിയും അവസാനം എത്താണെന്ന് എനിക്കറിയത്തില്ല, ദൈവത്തിനറിയാം. അപ്പൊ അതായിരിക്കട്ടെ എന്റെ ലക്ഷ്യം. എന്റെ രാജ്യം ഐഹികമല്ല. ഈ ലോകത്തിന്റെ കാര്യത്തിന് വേണ്ടി പോരാടാൻ എനിക്കിടയാകല്ലേ. ജഡരക്തങ്ങളോട് പോരാടാതിരിപ്പാൻ എപ്പോഴും അത് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ദുഷ്ടാത്മസേനയോട്, അവരിലൂടെ പ്രവർത്തിക്കുന്ന ദുഷ്ടനോട് എതിരിടണമെങ്കിൽ ആദ്യം ദൈവത്തിന് കീഴടങ്ങണം. ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. അപ്പൊ ദൈവത്തിന് കർത്താവ് ഇത് നീ ഒരുക്കിയ സാഹചര്യമാണെന്ന് പറഞ്ഞ് കർത്താവിന് കീഴടങ്ങിയിട്ട് പിശാചിനോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തിക്കായിട്ട് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നു. എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിന് ലഭിച്ചെങ്കിലേ അതിന് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്ന സർവായുധവർഗം ധരിച്ചുകൊണ്ട് നിൽപ്പീൻ. അതുകൊണ്ട് എപ്പോഴും ആ പോരാട്ടം ഉണ്ട് എന്നുള്ളത് ഓർത്ത് അവരോട്, മനുഷ്യരോട് യുദ്ധം ചെയ്യാനല്ല, അവരിലൂടെ പ്രവർത്തിക്കുന്ന ദുഷ്ടനോട് യുദ്ധം ചെയ്യാൻ തക്കവണ്ണം ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നിൽപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇവിടെ പിലാത്തോസിന് മുമ്പിൽ കർത്താവ് പറയുന്ന ഒരു വാക്യം കൂടെ, അത് എന്നോട് സത്യ തൽപരനായവൻ അവിടെ ചോദിക്കുന്നു, നീ പറഞ്ഞതുപോലെ ഞാൻ 37-ാം വാക്യത്തിന്റെ അവസാനം, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. കർത്താവിന്റെ ആ ജനനത്തിന്റെയും വന്നതിന്റെയൊക്കെ ഉദ്ദേശം വീണ്ടും കർത്താവ് പലയിടത്ത് പല വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഞാൻ അതിനായിട്ട് ജനിച്ച് അതിനായി ലോകത്തിൽ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. അടുത്ത വാക്യം ആണ് എന്നെ ഒത്തിരി ടച്ച് ചെയ്തത്. സത്യതൽപരനായവനെല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
അപ്പൊ സത്യതൽപരനായവൻ എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് പറയുമ്പം യോഹന്നാൻ 7:17 വാക്യം ബ്രദർ വായിച്ചു. അപ്പൊ ഈ 2 തെസ്സലോനിയന്റെ 10 വാക്യത്തിൽ പറയുന്നത് ഈ സത്യതൽപരനല്ലെങ്കിൽ എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതാണ്. കർത്താവ് എന്ന സത്യത്തിൽ താല്പര്യം വെച്ച് വിശ്വസിച്ച് അവന്റെ വചനത്തെ അവൻ പറയുന്നത് കേൾക്കുമെന്നാ പറഞ്ഞത്. സത്യതൽപരനായവൻ അവൻ പറയുന്നത് കേൾക്കും, ഞാൻ പറയുന്നത് കേൾക്കും. സത്യതൽപരനായവൻ എന്റെ വാക്ക് കേൾക്കും എന്ന് പറഞ്ഞാൽ കേട്ട് ചെവി കൂടെ പോകുന്നല്ല, അത് കേട്ട് ഞാൻ അനുസരിക്കും ഓരോ സാഹചര്യത്തിലും. അപ്പൊ ഞാനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിന്റെ വാക്ക് ഞാൻ കേൾക്കും, എന്റെ ചെവി കൂടെ ഞാൻ കേൾക്കും, നീ ഇവിടെ അതാ ചെയ്യേണ്ടതെന്നുള്ള വാക്ക് കേൾക്കും. സത്യതൽപരനായവന് മാത്രമേ അത് കേൾക്കാൻ ഒക്കത്തുള്ളൂ. അത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ആ 2 തെസ്സലോനിയർ 2 നമ്മളത് കേൾക്കാതെ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ അവസാനം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത് പറയുന്നത്. അത് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. 2 തെസ്സലോനിയർ 2 ഞാൻ 10 വാക്യമാണ് വായിക്കുന്നത്, പക്ഷെ അതിന്റെ മുകളിലൂടെ ഒന്ന് വായിച്ചാലേ അത് ക്ലിയർ ആകത്തുള്ളത് കൊണ്ട് അതോടൊന്ന് വായിക്കുക. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വഞ്ചനയാ. ക്രിസ്തു ഇപ്പോഴേ ഉണ്ട്, അവന്റെ ശക്തി ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, അവൻ പ്രത്യക്ഷപ്പെട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ വ്യാപരിക്കുന്ന ശക്തിയുടെ മുമ്പിലും ജയിച്ചു നിൽക്കാതെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നെങ്കിൽ അതിന്റെ റീസൺ ഇതാണ്. അവർ പ്രത്യക്ഷ നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഇന്നിപ്പോ ബ്രദർ പറഞ്ഞ പോലെ ഐ ആം ആൻ അപ്പോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ പ്രോസ്പെരിറ്റിയെ ക്യാൻസൽ ചെയ്യുന്നു, ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന വാസ്തവത്തിൽ നാണക്കേട് തോന്നുക അതൊക്കെ കേൾക്കുമ്പോൾ. അവരുടെ അതിന്റെ മുമ്പിൽ കൈ ഉയർത്തി സ്തോത്രവും ഹല്ലേലൂയയും പറയുന്ന ആളുകള് വാസ്തവത്തിൽ അവർ സത്യത്തെ സ്നേഹിക്കാതെ കൊണ്ടാണ് അവർക്കത് വിശ്വസിക്കാൻ ഇടവരുന്നത്. അത് ഇതിനേക്കാൾ വലുതായി ക്രിസ്തു വരുമ്പോ വരുന്നത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് തീക്ക് അതോട്ട് വീഴാനായിട്ട് അവരൊരുങ്ങിക്കൊണ്ടിരിക്കുക. ആ കൂട്ടത്തിലായി പോകാതിരിക്കാൻ നമുക്ക് കർത്താവിന്റെ വാക്കിൽ താല്പര്യമുള്ളവരായിരിക്കാം, സത്യതാല്പര്യരായിരിക്കും, വാക്ക് കേൾക്കുകയും ചെയ്യാം. അതിന്റെ 10 വാക്യം എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികൾ തന്നെ അങ്ങനെ ഭവിക്കും. അപ്പൊ സത്യ താല്പര്യരല്ലെങ്കിൽ നമുക്കത് ഭവിക്കുമെന്നാണ് ഈ വാക്യം എന്നോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് എപ്പോഴും എന്റെ കർത്താവിന്റെ ശബ്ദം കേൾക്കത്തക്ക വിധം ഓരോ സാഹചര്യത്തിലും നീ ഇത് ചെയ്യണം, നീ ഇത് ചെയ്യണ്ട എന്നുള്ള കർത്താവിന്റെ വാക്ക് കേൾക്കാൻ തക്കവണ്ണം സത്യത്തിൽ താല്പര്യമുള്ളവളായിരിക്കാൻ, സത്യത്തിന് വേണ്ടി നിൽപ്പാൻ കർത്താവെ എന്നെ കുറിച്ചുള്ള സത്യം വചനത്തിലൂടെ കേൾക്കുമ്പോൾ, മെസ്സേജിലൂടെ കേൾക്കുമ്പോൾ കർത്താവെ അത് അംഗീകരിച്ച് അതങ്ങനെ തന്നെയാ കർത്താവെ, ഞാൻ ആ കാര്യത്തിൽ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്ന് അങ്ങനെ ഓരോ ദിവസവും കർത്താവിന്റെ വരവ് വരെയും അല്ലെ എന്റെ മരണം വരെയും ഞാൻ ജീവിക്കുമെങ്കിൽ ഞാൻ ഭാഗ്യവാദിയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന വെച്ചിരിക്കുന്ന ആ നീതിയുടെ കിരീടം, അതുപോലെ ക്ഷയം വാട്ടം മാലിന്യം ഒന്നും ഇല്ലാത്ത ആ അവകാശം, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം തന്നെ എനിക്ക് ലഭിക്കും. ഞാൻ സത്യത്തിൽ താല്പര്യമുള്ളവളാണെങ്കിൽ, സത്യതാല്പര്യരായവരൊക്കെ എന്റെ വാക്ക് കേൾക്കും. രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഇത് സാക്ഷി പറയാനുണ്ട്, ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വാക്യമാണ് ഇതെന്ന്. കാരണം ദൈവം തന്നെ ഭോഷ്കിന്റെ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയച്ചാൽ എവിടെ പോയി നിൽക്കും? സത്യവാനായ ദൈവം എന്നിലേക്ക് ഭോഷ്ക് വിശ്വസിക്കാൻ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയച്ചാൽ എന്റെ സ്ഥിതി എന്തോ? പിന്നെ അതിനുള്ള റീസൺ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. സത്യത്തെ സ്നേഹിച്ച് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായകയാൽ കർത്താവെ സത്യതാല്പര്യരായവരെല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു. കർത്താവിന്റെ ശബ്ദം കേൾപ്പാൻ തക്കവണ്ണം എല്ലാ സമയത്തും സത്യത്തെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ശരിക്കും കർത്താവിന്റെ യഥാർത്ഥത്തിലുള്ള കർത്താവ് എത്രമാത്രം ഡിഫറെന്റ് ആണെന്നുള്ള കാര്യം, അതായത് നമ്മള് ഇപ്പൊ ലോകത്തില് കാണുന്ന പലരും പറയുന്ന ആ ഒരു കാര്യമല്ല, മറിച്ച് സൈക്രത്തിൽ നിന്നും കേട്ടിട്ടുണ്ട് കർത്താവ് മീൻസ് കർത്താവിന് മാത്രമേ എവിടെ ജനിക്കണം എന്നും അതുപോലെ
അതുപോലെ എങ്ങനെയൊക്കെ ജീവിക്കാവുന്നു, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. അപ്പം എവിടെ വളരണം, അതുപോലെ അതുപോലെ ഏറ്റവും മീൻസ് അത്ര ആ ഒരു സ്ഥലത്തെ കുറിച്ച്, നസറത്തിനെ കുറിച്ച് ഒട്ടും നല്ല ഒരു സ്ഥലമല്ല എന്നുള്ള രീതിയിൽ, പക്ഷെ കർത്താവ് അവിടെ വളരാനും പല പല കാര്യങ്ങൾ, ഒരുപാട് പേര് കളിയാക്കുന്ന കാര്യവും ഒരുപാട് കാര്യങ്ങളിലൂടെ കർത്താവ് കടന്നുപോയി. അവസാനം ഇതുപോലത്തെ ആ ഒരു സാഹചര്യത്തിൽ കൂടെ കർത്താവ് കടന്നു. അപ്പം കർത്താവ് അവിടെ എല്ലാം കംപ്ലൈന്റ് ചെയ്യാതെ അതെല്ലാം ദൈവത്തിന്റെ ഹിതമാണെന്ന് അറിഞ്ഞ് അവിടെ സമർപ്പിച്ച ഒരു കാര്യം, അത് ശരിക്കും ഞാൻ ആലോചിക്കാതെ എന്റെ ജീവിതത്തിലെ ഓരോ സാഹചര്യം വരുമ്പം ഇങ്ങനെയല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ഞാൻ കർത്താവിന് വേണ്ടി എനിക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ കർത്താവിന്റെ ലൈഫിൽ നമ്മൾ അങ്ങനെ ഒന്നും കാണുന്നില്ല. എനിക്ക് ശരിക്കും എബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുവന്ന ആ ഒരു സീൻ, അവിടെ ആ ഒരു ഐസക് അവിടെ കിടക്കുക, അവിടെ എന്നിട്ട് ആ എബ്രഹാം ഇങ്ങനെ കത്തിയെടുത്ത് പൊക്കുമ്പം ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ഹാൻഡ് ആൻഡ് ടുക്ക് ദ നൈഫ്. അപ്പോഴും അവിടെ ആ കിടക്കുന്ന ഒരു മകൻ, അത് എത്ര ആ ഒരു സബ്മിഷൻ ശരിക്കും കർത്താവിന്റെ ഒരു പ്രതീകമായിട്ടാണല്ലോ അവിടെ. പിന്നീട് ഒരു റാമിനെ കൊടുക്കുന്നതായിട്ട്, മീൻസ് ഐസക്കിനെ ദൈവം അവിടുന്ന് രക്ഷിക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ശരിക്കും ആ ഒരു സബ്മിഷനാണ് ദൈവം എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഏത് സാഹചര്യത്തിലും എനിക്ക് ദൈവം ഒരു ക്രോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറികടന്ന് അപ്പുറത്തോട്ട് ചാടി എനിക്ക് വേറെ ഒരു ഇങ്ങനെ ദൈവത്തിന്റെ ഹിതം ചെയ്യാനായിട്ട് കഴിയും, അങ്ങനെ വിചാരിക്കാതെ ദൈവം വെച്ചിരിക്കുന്ന വഴി അത് അതിലൂടെ തന്നെ പോവാന്, അതല്ലാതെ വേറെ ഒരു വഴിയും തെരഞ്ഞെടുക്കാതെ കംപ്ലീറ്റ് ആയിട്ട് മുമ്പ് കേട്ടതുപോലെ ആ കാലുമുറിഞ്ഞ ഒരു ആളുടെ കാര്യം കേട്ടല്ലോ. അപ്പം എന്റെ ലൈഫിലും ചെറിയ ചെറിയ സാക്രിഫൈസ് എന്തെങ്കിലും ഉണ്ടാക്കുന്നതല്ല, മറിച്ച് ഓരോ ദൈവം എന്നെ വെച്ചിരിക്കുന്ന സ്ഥലത്ത്, അനിയന്റെ ഒരു ഇങ്ങനെ പ്രസംഗത്തിനകത്ത് ബ്ലൂം വെയർ ഗോഡ് പ്ലാന്റ്സ് യു, അതായത് ദൈവം നിങ്ങളെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അവിടെ നല്ലൊരു പൂവ് കായ്ക്കും. അങ്ങനെ അവിടെ ഏറ്റവും ചെളി നിറഞ്ഞ സ്ഥലത്തായിരിക്കും ഏറ്റവും ഭംഗിയുള്ള പൂവ് എന്ന് പറയുന്ന പോലെ, നമ്മളെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മൾക്ക് അവിടെ കംപ്ലൈന്റ് ചെയ്യാനും കാര്യങ്ങളും ഒന്നുമില്ല. അവിടെ നമ്മള് ഹമ്പിളായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാനായിട്ട് കഴിയുമെന്നുള്ള കാര്യം. പിന്നെ എപ്പോഴും സാഗ്ദാർ പറയുന്ന ഒരു കാര്യം, അതായത് നമ്മള് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഹെവൻലെ മാൻഷൻസും സ്വർണത്തിന്റെ വീതികളും, അതിലൊന്നും എനിക്ക് താല്പര്യം, എനിക്ക് അവിടെ കർത്താവിനെ കാണണം. ഇന്ന് സന്ധ്യയോടും പറയുമ്പോഴും ഞാൻ ആലോചിക്കുന്ന ഈ കർത്താവിനെ എനിക്ക് കാണാനായിട്ട് കഴിയും, അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് വേണ്ടി ഓരോ അടിയും ഓരോ നിന്ദയും എന്തായാലും അത് ഓരോ കാര്യങ്ങളും എനിക്കായിട്ട് ആ ഒരു അതാണോ എന്റെ ലക്ഷ്യം, അതോ വേറെ എന്തെങ്കിലും എനിക്ക് എന്റേതായിട്ടുള്ള പ്ലാനുകളും കാര്യങ്ങളും ഉണ്ടോ? ഹെവനിൽ ചെല്ലുമ്പോഴും അത് ശരിക്കും അത് മാത്രം ആഗ്രഹിച്ച് കർത്താവിനെ മാത്രം നോക്കി ജീവിക്കുന്നവർ ഇതുപോലെ മുമ്പ് കേട്ടതുപോലത്തെ ആ ഒരു കുഴിയിലോട്ട് ഒന്നും ചെന്ന് ചാടത്തില്ല. അവര് മറിച്ച് ലോകത്തിലെ പലതും അത് വേണം ഇത് വേണം അതൊക്കെ ചിന്തിക്കുന്നവർക്കാണ് ഈ ഒരു മറ്റേ ആ ഒരു പ്രോസ്പെരിറ്റി. ശരിക്കും ഞാൻ ആ ഒരു മെസ്സേജ് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ സ്റ്റാറ്റസ് ഇടുകയൊക്കെ, അപ്പൊ അതിനകത്ത് അവര് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പല ഇതും എടുത്താണ് അവര് കോട്ട് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് എലൈജായെ ഇങ്ങനെ മൊട്ടത്തലയാന്ന് വിളിച്ചു, അപ്പോഴത്തേക്ക് അവരെ വന്ന് പേർ എല്ലാം കൂടെ കരടി എല്ലാം കൂടെ വന്ന് എലീഷയെ മൊട്ടത്തലയാന്ന് വിളിച്ചു, അപ്പൊ അവരെ എല്ലാം കരടികൾ തിന്നു എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിനെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞാല് നമ്മളെ വന്ന് കരടി വന്ന് പിടിച്ചുകൊണ്ട് പോകും. അങ്ങനത്തെ ഒരു ശരിക്കും ഓൾഡ് ടെസ്റ്റ്മെന്റ് ആ ഒരു, അപ്പൊ അവരൊരിക്കലും കർത്താവിനെ അവർ കണ്ടിട്ടേ ഇല്ല. അവർ ന്യൂ ടെസ്റ്റ്മെന്റിലോട്ട് അവർ ബോൺ അഗെയിൻ, ദേ ആർ നോട്ട് അറ്റ് ഓൾ ബോൺ അഗെയിൻ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവര് കർത്താവ് സൈക്ലോനെ പലപ്പോഴും പറഞ്ഞിട്ട്, അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പലരും തിരിച്ച് പ്രതികരിച്ചു, പക്ഷെ കർത്താവ് അവർക്ക് തിരിച്ച് ഫോർഗീവ്നെസ് ആ കൊടുത്തത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിന് ഫോളോ ചെയ്യുന്നവരായിരിക്കും എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മൾ ഫോർഗീവ്നെസ്, നമ്മളെ സ്നേഹം തിരിച്ചു കൊടുക്കും. പക്ഷെ നമ്മള് വീണ്ടും ജനിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മള് അവർക്ക് തിരിച്ച് ശാപവാക്കുകളും ഇതുപോലത്തെ കാര്യങ്ങളും. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ വായിച്ച ഒരു പോർഷനകത്ത് ഞാനത് മലയാളത്തില് അതിനകത്ത്
ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവന് മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. എന്നിട്ട് ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും അവിടെ വന്നു. എന്നിട്ട് അപ്പോൾ വീട്ടിടന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനെ വയലിൽ നല്ല വിത്ത് എന്തുവാ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു, അപ്പം ശത്രു ചെയ്തതാന്ന് പറഞ്ഞിട്ട് അവര് പറയാ ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ. ഞാൻ ശരിക്കും ഇതൊക്കെ കാണുമ്പോ ഇവരെ എല്ലാം ദൈവം ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട്. ശരിക്കും അത് അവരെ ഒന്ന് എടുത്തങ്ങ് ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ അങ്ങ് ദൈവത്തിന് അങ്ങ് എന്തെങ്കിലും ഒരു എങ്ങനെങ്കിലും അങ്ങ് മാറ്റിക്കൂടെ. അപ്പൊ ശരിക്കും ദൈവം അതല്ല, ദൈവം അവസാനം വരെ വെയിറ്റ് ചെയ്യുന്ന ആളാ. അവനില്ല, പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതു പോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ, കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ട് കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പെന്റെ കളപ്പുരയിൽ. അതുപോലെ ഈ ഒരു ക്രോസിലൂടെ അല്ലാതെ പോകുന്നവരെല്ലാം ദൈവം അവര് ചുട്ടുകളയും. നമ്മള് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ അത് കാര്യമല്ല, പുറമേയുള്ള കാര്യങ്ങളല്ല. നമ്മള് ക്രോസ് എടുക്കാതെ നമ്മള് പ്രോസ്പെക്റ്റിക്ക് പിന്നാലെ നമ്മുടെ സുഖത്തിന് പിന്നാലെ പോകുന്നവരെല്ലാം അവസാനം ഒരു എന്റെ ഇതാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് പോയ വഴിയെ കർത്താവിനെ നോക്കിക്കൊണ്ട് കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു.